ഞാൻ പറഞ്ഞല്ലോ, അത് ഞാൻ വളരെ വ്യക്തമാക്കി കഴിഞ്ഞു. മാപ്പ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ പൊതുസമൂഹത്തിനോടാണ്. അദ്ദേഹത്തിന്റെ നിലപാടിനെതിരെയാണ് സംസാരിച്ചത്. എനിക്കതിൽ മാപ്പ് പറയേണ്ട കാര്യം, ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് വല്ല വീഴ്ചയും തെറ്റും വന്നാൽ ഈ മാപ്പ് പറയാൻ ഒരു മടിയില്ലാത്തവനാണ്. അത് ഞാൻ പറയും ചെയ്യും. ഇന്നലെ പോലീസ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് നടന്ന സമ്മേളനത്തിൽ SP-ക്കെതിരെ MLA നടത്തിയ പരാമർശങ്ങൾ അതിപ്പോൾ ഒരു ചർച്ചാ വിഷയമാണല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ മനസ്സിലാക്കിയത് ശരിയാണോ തെറ്റാണോ എന്നറിയില്ല. IPS ഓഫീസേഴ്സ് അസോസിയേഷൻ ഈ വിഷയത്തിൽ MLAയുടെ നിലപാട് ശരിയായില്ല, മാപ്പ് പറയണം എന്ന രീതിയിൽ പ്രചരണം നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു തീരുമാനം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ തീരുമാനം ഉണ്ട് എന്ന നിലക്കാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു പ്രസ്താവന IPS ഓഫീസേഴ്സ് അസോസിയേഷൻ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഒരു തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലാണ്. IPS ഓഫീസർമാർക്ക് മൊത്തത്തിൽ കേരളത്തിൽ നല്ല പേരാണുള്ളത്. ആ പേരിന് കളങ്കം ചാർത്തുന്ന രീതിയിൽ തന്നെയാണ് മലപ്പുറം SP-യുടെ ശശിധരൻ്റെ പ്രവർത്തനം എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി ഈ ഗവൺമെൻറ്റിനെയും ഈ ഗവൺമെൻറ്റിനെ പിന്തുണക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ പ്രാദേശികമായ പ്രവർത്തകരെയും ഒക്കെ നല്ല രീതിയിൽ ഈ ഗവൺമെൻറ്റിനെ എതിരാക്കുന്ന രീതിയാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഒരു തൊഴിലാളി വർഗ പ്രസ്ഥാനമാണ്. ഇവിടുത്തെ സാധാരണക്കാരായ തൊഴിലാളികൾക്ക് ന്യായമായിട്ട് അവരുടെ ജോലികൾ പോലും ചെയ്യാൻ കഴിയാതെ അവരെ പട്ടിണിയിലേക്ക് എത്തിക്കുന്ന പല നിലപാടുകളും ഈ ഒരു വളരെ വളരെ കുറഞ്ഞ കാലഘട്ടത്തിൽ അദ്ദേഹം ആ നിലപാടെടുത്തിട്ടുണ്ട്. ഞാൻ ആ സമ്മേളനത്തിൽ സൂചിപ്പിച്ച പോലെ ലൈഫ് പദ്ധതിക്ക് പോലും കെട്ടിയ തറയിലേക്ക് മണ്ണിടാൻ ഇന്ന് മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ചും എനിക്ക് നേരിട്ട് അറിവുള്ള നിലമ്പൂർ മണ്ഡലത്തിൽ ഒരുപാട് പഞ്ചായത്തുകളിൽ ഈ പ്രതിസന്ധി നിൽക്കുകയാണ്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വീടുകൾക്ക് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാന അവാർഡ് കഴിഞ്ഞ വർഷം വാങ്ങിയ നിലമ്പൂർ മണ്ഡലത്തിലെ അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഈ കാര്യങ്ങൾ എല്ലാ മെമ്പർമാരും പ്രതിപക്ഷം ഉൾപ്പെടെ ഇദ്ദേഹത്തെ പോയി കണ്ടപ്പോഴും ഇങ്ങനൊരു പ്രതിസന്ധിയുണ്ട്, തറയിലേക്ക് മണ്ണിടാനെങ്കിലും നിങ്ങൾ അനുവദിക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് അനുവദിക്കാൻ കഴിയില്ല. അദ്ദേഹം അതിന് ചൂണ്ടിക്കാട്ടിയത് നിയമമാണ്. കേരളത്തിൽ അങ്ങനെ ഒരു നിയമമുണ്ട്. ആ നിയമം ഉണ്ടാക്കിയത്, ഏത് നിയമം ഉണ്ടാക്കും അതിനൊരു ഇൻറ്റൻഷൻ ഉണ്ടാവും. ആ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഇവിടെ കുന്നും മലയും ഇടിച്ചു നിരത്തി കെട്ടിടങ്ങൾ കെട്ടുന്നതും വലിയ മാഫിയ സംഘങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതിനെയും തടുത്ത് ഈ നാടിൻ്റെ സന്തുലിതാവസ്ഥ, പ്രകൃതിയുടെ സന്തുലിതാവസ്ഥക്ക് കോട്ടം തട്ടരുത് എന്ന സതുദ്ദേശത്തിലാണ്. അതാണ് ആ നിയമത്തിൻ്റെ ഉദ്ദേശം. ആ നിയമം പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന തൊട്ടപ്പറമ്പിൽ നിന്നോ അല്ലെങ്കിൽ ആ പറമ്പിൽ നിന്നോ ഈ 400 സ്ക്വയർ ഫീറ്റ് വീടിന് വേണ്ടി തറകെട്ടിയ സാധുക്കൾ മാസങ്ങളായി കാത്തു നിൽക്കുകയാണ്. പല പഞ്ചായത്തിലും ഈ ലൈഫ് പദ്ധതിയുടെ പ്രവർത്തനം തന്നെ ഇദ്ദേഹത്തിൻ്റെ നിലപാട് കൊണ്ട് അട്ടിമറിക്കപ്പെട്ടു. അങ്ങനെ പൂർണ്ണമായിട്ടും ഈ ഗവൺമെൻറ്റിന് ജനങ്ങളെതിരാകുന്ന പോലീസോ താഴേക്കടയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ അഭിപ്രായം സ്ഥലമാറ്റത്തെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞതാണ്. അതൊക്കെ ഒരു സത്യമായ കാര്യമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിലപാട് ജനങ്ങൾക്കോ ഈ